അപ്പൊ ദജ്ജാലിനല്ല ഞാൻ നിങ്ങൾ പേടിക്കുന്നത് ഇതാ. എനിക്ക് ഏറ്റവും പേടി ദജ്ജാൽ അല്ലാത്തതിനെയാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു സഹാബത്ത്, അതെന്താ നബി അങ്ങനെ പറയാൻ? പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഭക്ഷണം ഇല്ലാത്ത ആളുകൾ തിന്നിട്ട ഈത്തപ്പര കുരുവിന്റെ അതിലുള്ളതായ ആ പാട വലിച്ചു തിന്നുകൊണ്ടൊക്കെ ജീവിച്ചവരാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധമാവുന്ന ഇൽമിനെ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് അത്ര പ്രയാസങ്ങൾ സഹിച്ചവരാണ് അവരൊക്കെ. അപ്പൊ പ്രയാസങ്ങൾ സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. അതോടൊപ്പം ഇത് ആരിലേക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കപ്പെടേണ്ട ഒന്നല്ല. മഹാന്മാർ പറയലുണ്ട് അപ്പൊ അത് സ്വഭാവ ഗുണങ്ങൾ നോക്കി വിശുദ്ധമാവുന്ന ഇൽമിനെ സ്വീകരിക്കപ്പെടാൻ പറ്റുന്നതായ ഹൃദയം, അതിനുള്ളതായ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് അങ്ങനത്തെവരെയാണ് നമ്മൾ എന്താക്കേണ്ടത്, ഈ രംഗത്ത് കൊണ്ടുവരേണ്ടത്. മറ്റുള്ളവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കേണ്ടെന്നല്ല പറയുന്നത്. ആര്യമായി കൊണ്ട് വരേണ്ടവർ ആരാണ്? ഈ നിലക്കുള്ള സ്വഭാവ ഗുണം. അല്ലാഞ്ഞാൽ ഇൽമിനെ അവൻ ദുരുപയോഗപ്പെടുത്തും, യാതൊരു സംശയവുമില്ല. അതാണെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇൽമിനെ ദുരുപയോഗപ്പെടുത്താം. അപ്പൊ ഇൽമിനെ നമ്മൾ അല്ലാഹുവിന്റെ വജീന് വേണ്ടി പഠിക്കുക. വേറെ താല്പര്യങ്ങൾ അവയുന്നതിന്റെ പിന്നിൽ നമ്മൾക്ക് ഉണ്ടാവേണ്ടത് ആ നിലക്ക് ഇൽമിനെ പഠിച്ചുകൊണ്ടിട്ട് ആ ഇൽമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വയുറുദ്ദജ്ജാൽ അഖ്വഫനി അലൈക്കും അഖ്വഫനി അലൈക്കും. ദജ്ജാൽ അല്ലാത്ത ചിലതിനെയാണ് ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത്. ദജ്ജാൽ ഇവിടെ വരും. ദജ്ജാൽ പല നിലക്കുള്ളതായ ഫിത്നകളും പല ദജ്ജാലുകളും വരുന്നല്ലേ. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ ദജ്ജാലിങ്ങൾ ഉണ്ടാവും. അവസാനം വേറൊരു രൂപത്തിലുള്ള ദജ്ജാൽ വരും, അതൊക്കെ വരും. അപ്പൊ ദജ്ജാലിനല്ല ഞാൻ നിങ്ങൾ പേടിക്കുന്നത് ഇതാ. എനിക്ക് ഏറ്റവും പേടി ദജ്ജാൽ അല്ലാത്തതിനെയാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു സഹാബത്ത്, അതെന്താ നബി അങ്ങനെ പറയാൻ കാരണം? ദജ്ജാലിനല്ല പേടിക്കുന്നത്, ദജ്ജാൽ അല്ലാത്തതിനെയാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? റുബ്ബ മുതസത്തിരിൻ ബിസ്സലാഹ്. ബാഹ്യമായ നിലക്ക് നന്മകളിൽ നിന്ന് തോന്നിപ്പിക്കുന്ന നിലക്ക് പ്രവർത്തിക്കുന്ന ആളുകൾ. അവൻ നന്മകളെ കൊണ്ട് അവൻ എന്താക്കുക, പൊതിയ ജനങ്ങളിലേക്ക് അവൻ നന്മന്റെ ആളാണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക. അങ്ങനത്തെ എത്ര ആളുകളാണെന്ന് അറിയോ? അവര് ഈ ഉമ്മത്തിനിക്ക് ഏറ്റവും അധികം നാശം ഉണ്ടാക്കുന്നവനാണ് മിൻ മുജാഹിരിൻ ബിൽ ഫിസ്ഖ്. തമ്മാടിത്തരം കൊണ്ട് പരസ്യമായി ചെയ്യുന്നവനേക്കാൾ, തമ്മാടിത്തരം പരസ്യമായി ചെയ്തവനാണെങ്കിൽ അവന്റെ പിന്നിൽ ആരും കൂടൂല. നേരെ മറിച്ച് നന്മകളെ കൊണ്ടിട്ട് അത് മറയാക്കാം, ആ നന്മകൾ മറയാക്കിക്കൊണ്ട് ജീവിക്കാം. അപ്പൊ ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല.